കണ്ണനല്ലൂർ ജംഗ്ഷനിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ശേഖരം വൻ അപകട ഭീഷണിയെന്ന് അഗ്നിരക്ഷാസേന. തൃക്കോവിൽവട്ടം പഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയാണ് ഇത് ശേഖരിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് ഫയർ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കണ്ണനല്ലൂർ ജംഗ്ഷൻ അഗ്നികുണ്ഡത്തിന്റെ മധ്യയാണെന്ന ഭീതിപ്പെടുത്തുന്ന വിവരമുള്ളത്. കുണ്ടറ റോഡിലെ വ്യാപാര സമുച്ചയത്തിന്റെ ടെറസിലും ഒന്നാം നിലയിലെ ഒരു മുറിയിലുമായി 6000-ഓളം ചതുരശ്രാടി സ്ഥലത്താണ് വൻ പ്ലാസ്റ്റിക് ശേഖരമുള്ളത്. കെട്ടിടത്തിന് താഴെയുള്ള നിലകളിൽ ആശുപത്രി അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന് തൊട്ടടുത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണനല്ലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കച്ചിക്കടയും മത്സ്യമാർക്കറ്റും സമീപത്തുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങളാണ് കെട്ടിടത്തിന് മുന്നിലൂടെ പോകുന്നത്. 11 kV വൈദ്യുത ലൈൻ പോകുന്നതും കെട്ടിടത്തിനോട് ചേർന്നു തന്നെ. അഗ്നിബാധയടക്കമുള്ള അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് അഗ്നിരക്ഷാസേനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഗോവണി മാത്രമാണ് കെട്ടിടത്തിലേക്കുള്ളത്. ഇതിനാകട്ടെ കൈവരിയില്ല. കെട്ടിടത്തിൻ്റെ വശങ്ങളിൽ ആൾമറയുമില്ല. സുരക്ഷയില്ലാത്ത മുൻനില കെട്ടിടത്തിൻ്റെ ടെറസിലാണ് ജീവൻ പണയം വെച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ പണിയെടുക്കുന്നത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തലച്ചുമടായാണ് കെട്ടിടത്തിന് മുകളിൽ എത്തിക്കുന്നത്. അസഹ്യമായ ചൂടിൽ പകലന്തിയോളം ഇരുന്നാണ് ഇത് വേർതിരിക്കുന്നതും. തൃക്കോട്ടം ഗ്രാമപഞ്ചായത്തിൽ കണ്ണനല്ലൂർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ ഹരിതകർമ്മസേന തൃക്കോട്ടം പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടുന്ന വേസ്റ്റുകൾ, കടകളിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റുകളെല്ലാം കണ്ണനല്ലൂർ ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു പോകുന്ന മത്സ്യ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ 3ാമത്തെ നിലയുടെ മുകളിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും വൻ അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ വേസ്റ്റുകൾ കുറേ കാലങ്ങളായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയെ ഇത് ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും പ്രതികാര ബുദ്ധിയോടുകൂടി ഇത് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദീർഘനാളുകൾക്ക് ശേഷം നടന്ന ഹരിതകർമ്മസേനയുടെ അവലോകന യോഗത്തിൽ നിന്ന് തർക്കം കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോയതോടെ സേനയുടെ പ്രവർത്തനം താളം തെറ്റി. പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൺസോർഷ്യത്തിൻ്റെയും അറിവില്ലാതെ കൂടുതൽ പേരെ കർമ്മസേനയിൽ അംഗമാക്കിയതാണ് ബഹളത്തിന് ഇടയാക്കിയത്. പ്രതിപക്ഷത്തിനൊപ്പം ഭരണസമിതിയിലെ CPI അംഗങ്ങളും നിയമനത്തെ ചോദ്യം ചെയ്തതോടെ തർക്കം രൂക്ഷമായി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാർഡിൽ നിന്ന് ഒരാളെയും കണ്ണനല്ലൂർ സൗത്ത് വാർഡിൽ നിന്ന് 3 പേരെയും ഹരിതകർമ്മസേനയിൽ ഇഷ്ടക്കാരായി നിയമിച്ചതാണ് വിവാദമായത്. പ്രശ്നപരിഹാരത്തിന് CPM വെള്ളിയാഴ്ച വൈകിട്ട് ഹരിതകർമ്മസേനാംഗങ്ങളുടെ യോഗം വിളിച്ചെങ്കിലും ഭൂരിഭാഗം അംഗങ്ങളും വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.